റൈറ്റിംഗ് ടാസ്ക് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് റൈറ്റിംഗ് ടാസ്ക് IELTSനുണ്ട്. ഓക്കെ, റൈറ്റിംഗ് ടാസ്ക് 1ഉം റൈറ്റിംഗ് ടാസ്ക് 2ഉം. റൈറ്റിംഗ് ടാസ്ക് 1 ഫോർ അക്കാഡമിക്, റൈറ്റിംഗ് ടാസ്ക് 1 ഫോർ ജനറൽ ഡിഫറെൻ്റാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് റൈറ്റിംഗ് ടാസ്ക് 1 അക്കാഡമിക് എക്സാം എടുക്കുന്നവർക്കാണ്. ഓക്കെ, അക്കാഡമിക് എക്സാം എടുക്കുന്നവർക്ക് നമുക്ക് റൈറ്റിംഗ് ടാസ്ക് എന്താന്ന് ഞാനിപ്പം പറഞ്ഞു തരാൻ പോവാം. ഓക്കെ, റൈറ്റിംഗ് ടാസ്ക് 1 നമുക്ക് ഏകദേശം 20 മിനിറ്റേ നമ്മൾ ചെലവഴിക്കാവും. 20 മിനിറ്റും കൊണ്ട് 150 to 170 വേർഡ്സ് നമുക്ക് എഴുതണം. അതിൻ്റെ കൂടുതൽ നമുക്ക് എഴുതാൻ പാടില്ല. റൈറ്റിംഗ് ടാസ്ക് സമയം എടുക്കാൻ പാടില്ല. ഓക്കെ, 170യെക്കാട്ടിൽ കൂടുതൽ വേർഡ്സും എഴുതിയാൽ അത് നമുക്ക് ഒത്തിരി ഗ്രാമർ മിസ്റ്റേക്സും വൊക്കാബുലറി ഒക്കെ തെറ്റും. ഓക്കെ, റൈറ്റിംഗ് ടാസ്ക് 1 അക്കാഡമിക്കാർക്ക് ഇറ്റ് ക്യാൻ ബി ചാർട്ട് or it can be a diagram or some process chart. ഏകദേശം നമുക്ക് 8 ഡിഫറെൻറ്റ് ടാസ്ക്സ് ഉണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. ഇതിലേതെങ്കിലും ഒന്നാണ് നമുക്ക് എക്സാമിന് വരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ബാർ ചാർട്ട് എന്ന് പറയും. അതിനെ അല്ലെങ്കിൽ നമുക്ക് കോളം ചാർട്ട് എന്നും നമ്മൾ പറയും. സെക്കൻഡ് വണ് നമ്മൾ ടേബിൾ ഓർ ടാബുലർ ചാർട്ട് എന്നും നമുക്ക് പറയാം. Third one is the pie charts. Okay, fourth one വന്ന് the line chart. Fifth one മിക്സഡ് ചാർട്ടും ആയിരിക്കും. ഈ മിക്സഡ് ചാർട്ട് എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി എ ലൈൻ ആൻഡ് എ ടേബിൾ, പൈയോ ബാറോ. ഓക്കെ, എന്ത് വേണമെങ്കിൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാസ്കാ ആ മിക്സഡിൽ വരും. മൾട്ടിപ്പിൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ ബാറ് ഇനിയൊരു ബാർ ടാസ്കും വരും, 4 പൈ ചാർട്ട്സ് വരും, 2 ലൈൻ ചാർട്ട് വരും. ഓക്കെ, അതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ടാസ്ക് എന്ന് പറയുന്നത്. ഇത് രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. മിക്സഡും മൾട്ടിപ്പിളും ടാസ്കിന് നമുക്ക് രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. ഇനിയും വരുന്നത് മാപ്സ്. മാപ്സ് നമുക്ക് 4 ടൈപ്പ് ഓഫ് മാപ്സാണ് വരാൻ പോകുന്നത്. ടെൻസസ് വെച്ചാണ് നമുക്ക് 4 ടൈപ്പ് ഓഫ് മാപ്സ് വരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പാസ്റ്റ് ടെൻസ് വെച്ചുള്ള 2 മാപ്പ്, നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. രണ്ടാമത് പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും വെച്ചൊരു മാപ്സ് വരാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത് പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും വെച്ചുള്ള മാപ്സ് വരാൻ സാധ്യതയുണ്ട്. നാലാമത്തെ പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഉള്ള മാപ്സ്. അപ്പം 4 ടൈപ്സ് ഓഫ് മാപ്സ് നമുക്ക് പഠിക്കേണ്ടത് ഉണ്ട്. ഇനിയും 7ാമത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ദ പ്രോസസ് ഓർ ദ ഡയഗ്രാം നമ്മൾ പറയും. ഇറ്റ് ക്യാൻ ബി എ ഡിഫറെൻറ്റ്, അത് ഒരു ഡിഫറെൻറ്റ് ടൈപ്സാണ്. ഇത് ഒരു പ്രോസസ്സ്, ഇറ്റ് ക്യാൻ ബി എ ഫ്ലോ ചാർട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സ്, അതാണ് നമ്മുടെ പ്രോസസ് ഓർ ദ ഫ്ലോ ചാർട്ട് എന്നും നമ്മൾ പറയും. ഇനി ലാസ്റ്റ് വൺ ഇസ് ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈയോ, ലൈഫ് സൈക്കിൾ ഓഫ് എ ഫ്രോഗോ, ലൈഫ് സൈക്കിൾ ഓഫ് എ മസ്കിറ്റോ, ഇത് എന്തിനെക്കുറിച്ചും വേണം. അപ്പോൾ ഈ ഏകദേശം 8 ടൈപ്സ് ഓഫ് ടാസ്ക് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എക്സാമിന് വരും. ഈ ടാസ്ക് എല്ലാം വെരി ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് പാസ്റ്റ് ടെൻസിലുള്ള ടാസ്ക് ഉണ്ട്, പ്രസൻറ്റ് ടെൻസിലുള്ള ടാസ്ക് ഉണ്ട്, ഫ്യൂച്ചർ ടെൻസിനും ഉള്ള ടാസ്ക് ഉണ്ട്. ഓരോ ടെൻസിനും നമുക്ക് അക്കോർഡിംഗ്ലി നമുക്ക് വേർഡ്സ് നമ്മൾ പിടിച്ചു പോകണം. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റാണ്. ഈ റൈറ്റിംഗ് ടാസ്ക് 1 ഒന്ന് ആ ഫോമാറ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പിടിച്ചു പോകാൻ പറ്റും. ഓക്കെ, ഞാൻ ഇനി ആ ഫോർമാറ്റിലേക്ക് നീങ്ങാൻ പോവാം. ഹൗ ഇസ് ദ ഫോമാറ്റ്? ഈ റൈറ്റിംഗ് ഇത്രയും ടാസ്കിനും നമുക്ക് ഒരു ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റ് ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവാം. ഇനി ഞാൻ നമ്മുടെ റൈറ്റിംഗ് ടാസ്ക് 1 അക്കാഡമിക്കിൻ്റെ ഫോർമാറ്റ് എല്ലാ ടാസ്കിനും വി ഹാവ് 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാസ്ക്. ഈ 8 എണ്ണത്തിനും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോർമാറ്റ്, ഈ ഫോർമാറ്റ് വെച്ച് പോയാലേ നമുക്ക് നല്ല ബാൻഡ് സ്കോർ കിട്ടത്തുള്ളൂ. ഓക്കെ, ഈ ഫോർമാറ്റ് എന്താ? നമുക്ക് ഏകദേശം 3 to 4 പാരഗ്രാഫ്സ് നമുക്ക് ഈ റൈറ്റിംഗ് ടാസ്ക് 1 ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എഴുതുന്ന ക്വസ്റ്റ്യൻ പാരഫ്രേസ്.
ഓക്കെ, ഇതൊരു 1 or 2 സെൻറ്റൻസിൽ വേണം നമ്മൾ എഴുതാൻ. ഈ ക്വസ്റ്റ്യൻ പാരഫ്രേസിനും നമ്മുടെ മൈൻഡിൽ വെക്കണം. ഇയർ തന്നിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് ടെൻസിൽ വേണം നമ്മൾ എഴുതാനും. ഓക്കെ, ഇയർ തന്നിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസ്, ഇയർ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ടെൻസിൽ എഴുതണം. ഇനി ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചായിരിക്കും നമുക്ക് തരുന്നതെങ്കിൽ ഫ്യൂച്ചർ ടെൻസിൽ വേണം നമ്മൾ ക്വസ്റ്റ്യനും പാരഫ്രേസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് ഓവർവ്യൂ. ഓവർവ്യൂ എന്ന് വെച്ചാൽ ഓവറോൾ നമ്മൾ ആ ടാസ്ക് കാണുമ്പോൾ അതിൻ്റെ മാക്സിമം, മിനിമം, അല്ലെങ്കിൽ ഹയ്യസ്റ്റ്, ലോവസ്റ്റ് ഓർ ലീസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്വേർഡ് ട്രെൻഡ് എന്താ, ഡൗൺവേർഡ്. മോസ്റ്റ്ലി ഈ അപ്വേർഡ് ട്രെൻഡും ഡൗൺവേർഡ് ട്രെൻഡും നമ്മൾ ലൈൻ ചാർട്ടിലാണ് നമ്മൾ കൂടുതൽ പറയുന്നത്. ഓക്കെ, അപ്വേർഡ് ട്രെൻഡ്, ആ ലൈൻ അപ്വേർഡ് പോയാൽ അതിൻ്റെ ലൈൻ അപ്വേർഡ് ട്രെൻഡ് എന്ന് പറയും. ഡൗൺവേർഡ് വന്നാൽ ഡൗൺവേർഡ് ട്രെൻഡ് എന്ന് പറയും. ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ ഫ്ലക്ച്വേഷൻസ് പറയും. അതാണ് സോ ഓവർവ്യൂവിൽ അപ്വേർഡ് ട്രെൻഡ്, ഡൗൺവേർഡ് ട്രെൻഡ്, ലാർജസ്റ്റും സ്മോളസ്റ്റും. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഓവർവ്യൂ, ഓവറോൾ ആ ചാർട്ട് കാണുമ്പോൾ നമ്മൾ പറയേണ്ടത് അതിൻ്റെ മാക്സിമം ഏതാ, മിനിമം ഏതാ. ഓക്കെ, അല്ലെങ്കിൽ ഹയ്യസ്റ്റോ ലോവസ്റ്റോ ലീസ്റ്റോ അതിനെക്കുറിച്ച് നമ്മൾ ടാസ്ക് എഴുതണം. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മൾ ഹയ്യസ്റ്റും ലോവസ്റ്റും കമ്പയർ ചെയ്യണമെങ്കിൽ വേറാസ് വെച്ച് മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി പ്രസന്റ് ടെൻസിലാണെങ്കിൽ നമ്മുടെ കമ്പാരിസൺ വൈൽ വെച്ച് വേണം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മുടെ കമ്പാരിസൺ ഹയ്യസ്റ്റും ലോ, ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാം. ഹാഫ് എ ടൈംസ് ഇൻക്രീസ്ഡ്, ഓർ ട്വൈസ് ലാർജർ ദാൻ, 4 times it increased. അങ്ങനെയൊക്കെ വേർഡ്സ് വെച്ചാൽ നമുക്ക് ഓവർവ്യൂവിൽ നല്ല സ്കോർ കിട്ടാൻ പോകും. സോ ഐ ഹോപ്പ് എനിക്ക് തോന്നുന്നു അത് മനസ്സിലായെന്ന്. ഓക്കെ, അതാ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ്. തേർഡ് വന്ന് ബോഡി പാരഗ്രാഫ് 1. ഓക്കെ, ബോഡി പാരഗ്രാഫ് 1ഉം ബോഡി പാരഗ്രാഫ് 2ഉം ആ ചാർട്ടിനെ കുറിച്ച് തന്നേക്കുന്ന ഏത് ചാർട്ടായാലും ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പോകുന്നുണ്ട്. ഒരു ടാസ്ക് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഓവർവ്യൂ, അതിൻ്റെ ബോഡി എങ്ങനെയാണ് പോകേണ്ടതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2. ഇപ്പം 2 ടാസ്കാണ് ഉള്ളതെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ടാസ്ക്. ഫസ്റ്റ് മൾട്ടിപ്പിൾ ടാസ്കിനെ നമ്മൾ ബോഡി പാരഗ്രാഫ് 1ൽ എഴുതണം. സെക്കൻഡ് ചാർട്ടിനെ നമ്മൾ ബോഡി പാരഗ്രാഫ് 2ലേക്ക് എഴുതണം. ഓക്കെ, അതിൻ്റെ മുഴുവൻ ബോഡിയിൽ നമുക്ക് എന്താ ആ മാറ്റർ, എന്താ വാല്യൂ, പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ്, ആൻഡ് ദ ഇയർ, ഇത് 3ഉം വെച്ച് വേണം നമ്മൾ പോകേണ്ടത്. വെറുതെ വാല്യൂ എഴുതിയിട്ട് കാര്യം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മാർക്ക് പോകും. ഈ 3 കാര്യങ്ങൾ എന്തിനെക്കുറിച്ചാ, എത്ര വാല്യൂസ്, ഏത് ഇയറിലാണ്, ഇതൊക്കെ ഓരോ സെൻറ്റൻസിലും അതിൻ്റെതായ ടെൻസസ് വെച്ച്, പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ പാസ്റ്റ് ടെൻസ് വെച്ച് പോകണം, പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ പ്രസൻറ്റ് ടെൻസ് വെച്ച് പോകണം, ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് വെച്ച് പോകണം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നോ കൺക്ലൂഷൻ. കൺക്ലൂഷന് പകരമാണ് നമ്മൾ ആ ഓവർവ്യൂ എഴുതിയത്. അപ്പം റൈറ്റിംഗ് ടാസ്ക് 1 അക്കാഡമിക്കിൽ നമുക്ക് കൺക്ലൂഷൻ ഇല്ല. ഓക്കെ, എനിക്ക് ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഞാനിനി ആ ഫോം, ഒരു ടാസ്ക്, ഒരു ടേബിൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പാരഫ്രേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓവർവ്യൂ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബോഡി പാരഗ്രാഫ് 1 എഴുതേണ്ടത്, ബോഡി പാരഗ്രാഫ് 2 എഴുതേണ്ടത്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. ഇതൊരു ഗ്രാഫ്, ഇതൊരു ടേബിൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ടേബിള് ദ ഗ്രാഫിന് പകരം ദ ടേബിൾ ഓർ ദ ടാബുലർ ചാർട്ട് എന്ന് വെച്ച് വേണം തുടങ്ങാൻ. നമുക്ക് എന്താ ഈ ഫോമാറ്റ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാരഫ്രേസ്, രണ്ടാമത് ഓവർവ്യൂ നോക്കിയിട്ട് ഓവറോൾ പറയണം, മൂന്നാമത്തെ ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2. അപ്പം നമ്മൾ ഈ
ക്വസ്റ്റ്യൻ നമ്മൾ പാരഫ്രൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഗ്രാഫ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ ഗ്രാഫ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊരു ടേബിളാണ്. അപ്പം ദ ടേബിൾ ഷോസിന് പകരം ഇലസ്ട്രേറ്റ്, ഇവിടെ ഉള്ള ആ വേർഡ്സ് നമ്മൾ മാറ്റണം. അപ്പം ഷോസിന് പകരം ഇലസ്ട്രേറ്റ്സ്, ഡെയിലിക്ക് പകരം നമുക്ക് പെർ ഡേ ഓർ സിംഗിൾ ഡേ, ഓയിൽ പ്രൊഡക്ഷന് പകരം യു ക്യാൻ റൈറ്റ് പ്രൊഡക്ഷൻ ഓഫ് ഓയിൽ അല്ലെങ്കിൽ ജനറേഷൻ ഓഫ് ഓയിൽ ഓർ മാനുഫാക്ചറിങ് ഓഫ് ഓയിൽ. സിനോണിംസ് ഉപയോഗിക്കണം. ഇനി കൺട്രീസിന് പകരം നമുക്ക് നേഷൻസ് എന്ന് പറയാം. And from 2000 to 2004, fromന് പകരം between 2000 and 2004, between വന്നാൽ and ഉപയോഗിക്കണം, from വന്നാൽ to ഉപയോഗിക്കണം. അപ്പം നമുക്ക് ഈ ചാർട്ട് എന്താ, നമുക്ക് സെലക്ട് ചെയ്യണം, കമ്പയർ ചെയ്യണം, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ. 3 കാര്യങ്ങളാണ് നമ്മൾ ഈ അക്കാഡമിക് റൈറ്റിംഗ് ടാസ്ക് 1 നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇയർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് പാസ്റ്റ് ടെൻസിൽ വേണം നമ്മൾ പോകാൻ. അപ്പം ഞാൻ ഇനിയും ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാരഗ്രാഫിൽ ക്വസ്റ്റ്യൻ നമുക്ക് പാരഫ്രൈസ് ചെയ്യണം. അപ്പം ക്വസ്റ്റ്യൻ ഞാൻ പാരഫ്രൈസ് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ആയിട്ട് ഞാൻ പറയാൻ പോവാം. ദ ടേബിൾ or the tabular chart illustrates the production of oil per day in 4 African nations between 2000 and 2004. നമുക്ക് യൂണിറ്റ് വന്ന് ബാരൽസ് പെർ ഡേ. ഓയിൽ അല്ലേ, ഓയിൽ നമ്മൾ ബാരൽസ് പെർ ഡേ വേണം വെച്ച് ഓരോ സെൻറ്റൻസിലും നമ്മൾ എഴുതേണ്ടത്. അപ്പം ക്വസ്റ്റ്യൻ പാരഫ്രൈസ് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഇത് എല്ലാ ടാസ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് എന്താ, നമുക്ക് ഓവർവ്യൂ നമ്മൾ തുടങ്ങുന്നത് അടുത്ത സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങുന്ന 2 or 3 ഓവറോൾ ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ്, ഓവറോൾ ഇറ്റ് ഇസ് വിവിഡ് ദാറ്റ്, ഓവറോൾ ഇറ്റ് ഇസ് ക്രിസ്റ്റൽ ക്ലിയർ ദാറ്റ്. അങ്ങനെയൊക്കെ നമുക്ക് ഈ സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങാം. അപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പം ഈ ഒരു ചാർട്ടിൽ ഇതാ മാക്സിമം, ഇത് മിനിമമാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാ പറയുന്നത്, നമ്മൾ ആ ക്വസ്റ്റ്യൻ പാരഫ്രൈസ് എങ്ങനെയാ എഴുതേണ്ടത്, ഓവറോൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് കോങ്കോ പ്രൊഡ്യൂസ്ഡ്, പാസ്റ്റ് ടെൻസ്, പ്രൊഡ്യൂസ്ഡ് ദ മാക്സിമം ഓയിൽ ഇൻ ദ ഇയർ 2000, കോമ ആയിട്ടിട്ട് വേറാസ്. അപ്പൊ പാസ്റ്റ് ടെൻസിന് പോകണം. അപ്പൊ വേറാസേ ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ കമ്പയർ ചെയ്യുക, മാക്സിമമും മിനിമമും വെച്ച് കമ്പയർ ചെയ്യാൻ പോവാ. വേറാസ് the least amount of oil was generated in Somalia. ഇതാണ് നമ്മുടെ ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഞാൻ മാക്സിമമിനെ കുറിച്ച് പറഞ്ഞു, മിനിമത്തിനെ കുറിച്ചും പറഞ്ഞു. അപ്പം നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ പാരഫ്രേസ്, സെക്കൻഡ് പാരഗ്രാഫ് നമ്മൾ ദാറ്റ് ഈസ് വി ആർ കമ്പയറിങ് മാക്സിമമോ മിനിമമോ. ഇവിടെ നമുക്ക് ഓയിൽ ആയതുകൊണ്ട് നമുക്ക് മാക്സിമമും മിനിമമും മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതിന് മാക്സിമം ഓയിൽ മിനിമം ഓയിൽ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ പാസ്റ്റ് ടെൻസിന് വേണ്ടി പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ, ഒരു സ്ഥലത്ത് പോലും റെപ്പിറ്റേഷൻ വരാൻ പാടില്ല. ഓക്കെ, അണ്ടർസ്റ്റുഡ്. ഇനി അത് കഴിഞ്ഞോണ്ട് നമ്മുടെ ബോഡി ഞാൻ പറഞ്ഞ പോലെ 2 പാരഗ്രാഫ് എഴുതാം. ഈ 2 കൺട്രീസിൻ്റെയും ഓയിൽ പ്രൊഡക്ഷൻ ഒരു പാരഗ്രാഫിൽ, ഈ 2 കൺട്രീസിൻ്റെയും ഓയിൽ പ്രൊഡക്ഷന് ഇനി ഒരു പാരഗ്രാഫിൽ നമുക്ക് എഴുതാം. അപ്പം ഞാൻ എങ്ങനെയാ തുടങ്ങാൻ പോകുന്നത്, നമുക്ക് എപ്പോഴും ഇയർ തന്നിട്ടുണ്ടെങ്കിൽ ഇൻ 2000 നൈജീരിയ produced around 205,000 barrels of oil per day, and it decreased to 2,100,000 barrels in the year
2001 and further declined to 190,000 barrels of oil in 2002. However, അപ്പോൾ ഇനി ഇൻക്രീസ് രണ്ടെണ്ണം ഇൻക്രീസ് ആയി. അപ്പം ഞാൻ വേർഡ്സ് മാറ്റാൻ പോവാ, സെൻറ്റൻസ് വേറെ ഇൻക്രീസ്ഡിനേക്ക്. However, it increased to 210,000 barrels of oil in 2003 and further inclined to 213,000 barrels of oil in 2004. അപ്പം ഞാൻ ഫസ്റ്റ് സെൻറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു ഇൻ പാസ്റ്റ് ടെൻസ്. ഡിഫറെൻറ്റ് വേർഡ്സാണ് ഞാൻ അവിടെ ഉപയോഗിച്ചത്. ഇനി രണ്ടാമത്തെ കൺട്രിക്ക് ഞാൻ പോവാം. ചാഡ് had no production, past tense, had no production of oil in the first 3 years. It started, past tense, it started its production in the year 2003 with 8,000 barrels of oil and further increased to and further showed a growth to 50,000 barrels of oil in 2004. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ it showed a 5 times increase, approximately 4 times increase of production of oil in the year 2004. ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ വെക്കുക. ഇനി സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ ഞാൻ കോങ്കോയെ കുറിച്ച് പറയാം. കോങ്കോ വേണ്ട 275,000 ഇവിടെ ഡിക്രീസ് ആയി പോവാം. അപ്പം ഞാൻ ഓരോന്നും പറയുന്നതിനെക്കാട്ടിലും കോങ്കോ പ്രൊഡ്യൂസ് ഓർ കോങ്കോ മാനുഫാക്ചർഡ് അറൌണ്ട് 275,000 barrels of oil in the year 2000 and it showed a declining trend from the year 2001 to 2004. We're producing 203,000 barrels of oil in the year 2004. ഞാൻ ഇനി ഓരോന്നും പറയേണ്ടി ആവും. ഇത് പറഞ്ഞു further decline to 2000. ഇവിടെ സൊമാലിയ നോക്കുമ്പം സൊമാലിയ ഇവിടെ ഇൻക്രീസ് ആയി പോവാം. ഇനിയും വേറൊരു രീതിയിൽ വേണം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. എപ്പോഴും ഒരു സെൻറ്റൻസ് ഇനിയൊരു സെൻറ്റൻസുമായിട്ട് നമ്മൾ റെപ്പിറ്റീഷൻ വരാതെ സൂക്ഷിക്കണം. റെപ്പിറ്റീഷൻ വന്നാൽ നമ്മുടെ സ്കോറ് കുറയും. അപ്പം ഞാൻ എങ്ങനെയാണ് തുടങ്ങാൻ പോകുന്നത്? സൊമാലിയ started its production in the year 2000 with 500 barrels of oil, okay, and it further increased, showed an increasing trend with 8,000 in 2001, 17,000 in 2002, 21,000 in 2003 and 50,000 barrels of oil in ലാസ്റ്റിൽ ഞാൻ ബാരൽസ് ഓഫ് ഓയിൽ ഒന്നുകൂടെ ബാരൽസ് ഇൻ ദ ഇയർ 2004. അപ്പം നമുക്ക് ഞാൻ എല്ലാ ഇയറും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, ബട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഞാൻ പല രീതിയില്ല, ഒരെണ്ണം പോലും ഞാൻ റെപ്പിറ്റേഷൻ കൊണ്ടുവന്നില്ല. നമ്മുടെ വേർഡ്സ് ഇറ്റ് റിപ്പോർട്ടഡ് an increase, it showed a rise, it showed a growth. There was a gradual increase, gradual rise, then significant rise, significant growth. വേർഡ്സ് ഡിഫറെൻറ്റ് വേർഡ്സ് ഉപയോഗിച്ചാലേ നമുക്ക് ഈ ഗ്രാഫിൽ നല്ല സ്കോർ കിട്ടത്തുള്ളൂ. ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതിയാൽ 100% you will get a band score 8 above. And hope you have understood. Thank you.